ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ജിയോഗ്രഫിയുടെ ബേസിക് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അത് 2-3 പാർട്ടായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അത് മാക്സിമം 2 ഡേയ്സിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യും. ജിയോഗ്രഫി ഓപ്ഷണൽ എടുത്ത സ്റ്റുഡൻസിനും അതുപോലെ PCM ബാച്ചിലെ സ്റ്റുഡൻസിനും 2 പേർക്കും കാണാൻ പറ്റും. കാരണം അന്നേരമാണ് നിങ്ങൾക്ക് പിന്നീട് ഇപ്പോൾ ക്ലൈമറ്റോളജി, ജിയോമോർഫോളജിക്ക് എടുക്കുമ്പോൾ കുറച്ച് ടേംസൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഷേപ്പ് ഓഫ് എർത്ത്. നമുക്ക് എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? കറക്റ്റ് ഒരു സ്ഫിയർ ആണോ, സ്ഫിരിക്കലാണോ? അങ്ങനെ ചോദിച്ചാൽ അല്ല. എർത്ത് ഈസ് നോട്ട് സ്ഫിരിക്കൽ ഇൻ ഷേപ്പ്. എർത്ത് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ്. എവിടെയാണ് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളത്? അറ്റ് ദ പോൾസിൽ. എന്താണ് പോൾസ്? ഓക്കെ, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അപ്പോൾ പോൾസിൽ ഫ്ലാറ്റൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എർത്തിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ് എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ജിയോയിഡ് എന്നാണ് പറയാം. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം തന്നെ ജിയോയിഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു പേരിനോട് ഇത്ര ഒരു അട്രാക്ഷൻ തോന്നിയത്. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് ആദ്യം പറഞ്ഞത്? ഈ ക്ലാസ്സിനൊപ്പം തന്നെ പഠിച്ചു പോവുക. ഇനി വേറെ സമയമൊന്നും നിങ്ങളിതിന് മാറ്റി വയ്ക്കേണ്ട. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷേപ്പ് ഓഫ് എർത്ത് സ്ഫിയർ അല്ല, ഏകദേശം ഈ ഒരു ഷേപ്പാണ് എർത്തിന് വരുന്നത്, ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾസ്. Okay, Aryabhatta, the ancient Indian mathematician and astronomer, it proposed that Earth spins on its axis. Earth അതിൻ്റെ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ആര്യഭട്ടയാണ്. ഓക്കെ, ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? എനി ഇമാജിനറി ലൈൻ പാസിങ് ത്രൂ ദ സെൻറ്റർ. അതാണ് ആക്സിസ് എന്ന് പറയുന്നത്. പിന്നെ എർത്തിൻ്റെ ആക്സിസ് കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഈ വീഡിയോയിൽ തന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫെർഡിനാൻഡ് മെഗല്ലൻ സർക്കം നാവിഗേഷൻ ഓഫ് ദ എർത്ത് റൗണ്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എർത്തിന് ചുറ്റും പോയൊരു ട്രാവലറാണ് മെഗല്ലൻ. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മെഗല്ലനെ. ബട്ട് മെഗല്ലനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബാറ്റിൽ ഓഫ് മാക്ടൺ എന്ന് പറഞ്ഞ ഒരു ഐലാൻഡ്, ഫിലിപ്പൈൻസിലുള്ളൊരു ഐലാൻഡാണ് മാക്ടൺ. അപ്പോൾ അവിടെ വെച്ച് അവിടുത്തെ ലോക്കൽസിനായിട്ട് ഒരു കശപിശ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അടി ഉണ്ടായി, അല്ലെങ്കിൽ ബാറ്റിലുണ്ടായി. അപ്പോൾ ആ ഒരു ഏറ്റുമുട്ടലിൽ ആര് മരിച്ചു? നമ്മുടെ മെഗല്ലൻ മരിച്ചു. ഓക്കെ, അപ്പോൾ മെഗല്ലൻ സർക്കം നാവിഗേഷൻ ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മെഗല്ലനെ ആണ്. പക്ഷെ ആൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് ചെയ്ത ആളുടെ ഫോളോവറാണ് ജുവാൻ സെബാസ്റ്റ്യൻ എൽക്കാൻ. ആളുടെ ഫോളോവറാണ് അത് കംപ്ലീറ്റ് ചെയ്ത് എർത്ത് ഒരു റൗണ്ടാണെന്ന് മനസ്സിലാക്കിയത്. എവിഡൻസ് സപ്പോർട്ട്. അപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? എർത്ത് അതിൻ്റെ ആക്സിസിലാണ് സ്പിൻ ചെയ്യുന്നത്. ആരാണ് പറഞ്ഞത്? ആര്യഭട്ടയാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. ദെൻ മെഗല്ലനാണ് സർക്കം നാവിഗേഷൻ ഓഫ് എർത്ത് ആദ്യമായിട്ട് എർത്തൊന്ന് ചുറ്റാൻ നോക്കിയ അതിന് മുതിർന്നൊരു വ്യക്തി. പക്ഷെ ആൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബാറ്റിൽ ഓഫ് മാക്ടൺ എന്ന് പറഞ്ഞൊരു ഐലാൻഡിൽ വെച്ച് അവിടുത്തെ ലോക്കൽസിനായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ആര് കൊല്ലപ്പെട്ടു? മെഗല്ലൻ കൊല്ലപ്പെട്ടു. ദെൻ അത് കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? ജുവാൻ സെബാസ്റ്റ്യൻ എൽക്കാനാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. എവിഡൻസ് സപ്പോർട്ട് ദ കൺക്ലൂഷൻ ദാറ്റ് ദ എർത്ത് ഈസ് സ്ഫിരിക്കൽ. എർത്ത് സ്ഫിരിക്കൽ ആണ് എന്ന് പറയുന്നതിൻ്റെ എവിഡൻസ് എന്തൊക്കെയാണ്? ഒബ്സർവേഷൻ ഫ്രം ദ സ്പേസ്. അല്ലേ, നമുക്ക് ഇപ്പോഴും ഫ്ലാറ്റ് എർത്തിൽ ഒക്കെ വിശ്വസിക്കുന്നവരുണ്ട്, ഫ്ലാറ്റ് എർത്ത് കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് എർത്ത് ഫ്ലാറ്റാണ് പറയുന്നവർ, ഇപ്പോഴും അത് വാദിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആസ്ട്രോയിഡ് വന്നിടിക്കുമ്പോൾ ഡൈനോസേഴ്സൊക്കെ ഇങ്ങനെ തെറിച്ച് പോവും, എർത്ത് ഫ്ലാറ്റ് ആണെങ്കിൽ. നമുക്കറിയാം എർത്ത് എന്തായാലും ഫ്ലാറ്റ് അല്ല, സ്ഫിരിക്കലാണെന്ന് അറിയാം. സ്ഫിരിക്കൽ നമ്മൾ ടോട്ടലി അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് സ്ഫിരിക്കലല്ല, ജിയോയിഡ് ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ എർത്ത് ഫ്ലാറ്റ് അല്ല എന്നതിനുള്ള തെളിവ് എന്തൊക്കെയാണ്? ഒബ്സർവേഷൻ ഫ്രം ദ സ്പേസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എർത്തിൻ്റെ ആ ഒരു കർവേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ലൂണർ എക്ലിപ്സ്. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സണ്ണും അതുപോലെ എർത്തിനും ഇടയിൽ മൂണ് വരുന്നതാണ് സോളാർ എക്ലിപ്സ്. ഇനി ലൂണർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ സണ്ണിനും മൂണിനും ഇടയിൽ എന്ത് വരും? എർത്ത് വരും. അപ്പോൾ ഇതാണ് എന്ത്? ലൂണർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൂണർ എക്ലിപ്സിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം എർത്തിൽ തട്ടിയിട്ട് പിന്നെ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ എർത്തിൻ്റെ ഷേപ്പ് അവിടെ കാണാൻ പറ്റും. അതായത് ഒരു കർവ്ഡ് ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അറിയാം
ചന്ദ്രനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ചന്ദ്രനെ ഓൾമോസ്റ്റ് ഒരു പകുതി അല്ലെങ്കിൽ കാൽഭാഗമൊക്കെ കവർ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പാണ് കാണാൻ പറ്റുക അല്ലേ. ചന്ദ്രനെ നമുക്ക് കാണാൻ പറ്റുക ഏകദേശം ഈ ഒരു ഷേപ്പ് കാണാൻ പറ്റുന്നത് ഈ ഒരു റീജിയൺ ഉണ്ടല്ലോ. ഈ ഒരു റീജിയൺ എന്താണ്? ഈ ഒരു റീജിയൺ എന്ന് പറയുന്നത് എർത്തിൻ്റെ ഷേപ്പ്, ആ ഒരു കർവേച്ചറാണ്. ആ ഒരു കർവേച്ചറാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. ലൂണർ എക്ലിപ്സിൽ എർത്തിൻ്റെ ഷാഡോ കാണാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇമാജിനറി ലൈൻ പാസിങ് ത്രൂ ദ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് തന്ന ഒരു ലൈനിന് നമുക്ക് ആക്സിസ് എന്ന് പറയാം. ഇനി എർത്തിൻ്റെ ആക്സിസ് നമുക്ക് എർത്ത് ഓർബിറ്റ്, ഇതിപ്പോൾ എർത്ത് സണ്ണിനെ ഓർബിറ്റ് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഓർബിറ്റ് ഉണ്ടല്ലോ, ആ ഓർബിറ്റ് പോണതിനെയാണ് നമ്മൾ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇത് സണ്ണാന്ന് വിചാരിക്കാം. സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് എർത്ത്, അപ്പോൾ ഈ എർത്ത് ഈ ഓർബിറ്റിൽ കൂടെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഓർബിറ്റ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഓർബിറ്റൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഓർബിറ്റൽ ആക്സിസ് ഉള്ളത്. ഓർബിറ്റൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓർബിറ്റൽ ആക്സിസ് ഉള്ളത് കണ്ടില്ല. ഓർബിറ്റൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഓർബിറ്റൽ പ്ലെയിൻ. ഇനി rotational axis. The rotational axis is an imaginary line that the earth spins around. This axis goes through the north and south poles. നോർത്ത് പോളിൽ കൂടെയും സൗത്ത് പോളിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ. ആ ഒരു ആക്സിസിലാണ് എർത്ത് കറങ്ങുന്നത്. ഇപ്പോൾ ഇതാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എർത്താണെങ്കിൽ എർത്ത് ഇങ്ങനെയല്ല കറങ്ങുന്നത്. കുറച്ച് സ്ലൈറ്റ്ലി ഒരു ടിൽറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് ഏകദേശം എർത്ത് കറങ്ങുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ ഈ കറങ്ങുന്നതിൻ്റെ ആ ഒരു ആക്സിസിനെയാണ് നമ്മൾ പറയുക റൊട്ടേഷണൽ ആക്സിസ്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. എർത്ത് എങ്ങനെയല്ല കറങ്ങുന്നത്? ഓർബിറ്റൽ പ്ലെയിൻ, അതാണല്ലോ ഓർബിറ്റൽ പ്ലെയിൻ. ഇതാണ് ഓർബിറ്റൽ പ്ലെയിൻ. അതിന് പാരലായിട്ടല്ല എർത്ത് കറങ്ങുന്നത്. പകരം എർത്ത് കുറച്ച് അതിനൊരു ടിൽറ്റ് ഉണ്ട് എർത്തിന്. അപ്പോൾ ആ ഒരു ടിൽറ്റിൽ, ആ ഒരു റൊട്ടേഷണൽ ആക്സിസിലാണ് നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റൊട്ടേഷണൽ ആക്സിസ്. ഈ റൊട്ടേഷണൽ ആക്സിസും അതുപോലെ ഓർബിറ്റൽ ആക്സിസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 23.5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ആംഗിളിൻ്റെ ഡിഫറൻസ് ആണ് 23.5 ഡിഗ്രി. കാരണം ഞാൻ പറഞ്ഞു എർത്ത് ഓർബിറ്റൽ പ്ലെയിനിലെ നേരെ അതുപോലെയല്ല കറങ്ങുന്നത്, ഒരു ടിൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടിൽറ്റും ഓർബിറ്റൽ ആക്സിസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആ ഒരു ടിൽറ്റ്, എർത്തിൻ്റെ ടിൽറ്റ്, ഇതാണ് ഓർബിറ്റൽ ആക്സിസ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് 23.5 ഡിഗ്രി. അതൊക്കെ നിങ്ങളൊരു ലെക്ചർ നോട്ടാക്കിയിട്ട് എഴുതി വെച്ചോ. ആവശ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് പിന്നെ നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. ഓക്കെ, ഇപ്പോൾ ടിൽറ്റ് ഫ്രം ഓർബിറ്റൽ ആക്സിസ് 23.5 ഡിഗ്രി. അതുപോലെ ഈ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് നോക്കുമ്പോൾ എന്താവും? 66.5 ഡിഗ്രി. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് 90 ഡിഗ്രി കിട്ടണം അല്ലേ. 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റൊട്ടേഷണൽ ആക്സിസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഓർബിറ്റൽ പ്ലെയിൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓർബിറ്റൽ ആക്സിസ്, ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എർത്തിൻ്റെ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എർത്തിൻ്റെ റൊട്ടേഷൻ, the earth rotates around the axis. Just a minute. The earth rotates around this axis approximately once every 24 hours. നമുക്കറിയാം 24 മണിക്കൂർ എടുത്തിട്ടാണ് എർത്തിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്, ലീഡിങ് ടു ദ സൈക്കിൾ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഈ എർത്ത് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യണതനുസരിച്ചിട്ടാണ് ഡേയുടെയും നൈറ്റിൻ്റെയും ആ ഒരു സൈക്കിൾ വരുന്നത് അല്ലേ. അതുപോലെ ആക്സിയൽ ടിൽറ്റ്. ഇപ്പോൾ എർത്ത് സാധാരണ പോലെ ഓർബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർബിറ്റൽ പ്ലെയിനിനെ നേരെ പാരലായിട്ട് കറക്റ്റ് കറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ ആക്സിയൽ ടിൽറ്റ് ഇല്ലെങ്കിൽ ഒരുപാട് വ്യത്യാസം വരും. ഇതുപോലെ സീസൺസ് ഒന്നും അപ്പം ഉണ്ടാവില്ല.
the Earth's rotational axis is tilted at an angle of about 23.5 degree related to its orbital axis. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർബിറ്റൽ ആക്സിസിൽ നിന്ന് 23.5 ഡിഗ്രി ആംഗിൾ വ്യത്യാസത്തിലാണ് നമ്മുടെ റൊട്ടേഷണൽ ആക്സിസ് ഉള്ളത് അല്ലേ. ഇനി എഫക്ട്സ് എന്തൊക്കെയാണ് എഫക്ട്സ് വരിക അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് കോസ് ദ കൊറിയോളിസ് എഫക്റ്റ്. ഓക്കെ, കൊറിയോളിസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ഉണ്ടാകുമ്പോൾ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് ഈ കൊറിയോളിസ് എഫക്റ്റ് എന്ന് പറയാം. ഞാനത് എന്തായാലും ഒരു വീഡിയോ കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുപോലെ ഈ ഒരു കൊറിയോളിസ് എഫക്റ്റ് ഉണ്ടായതുകൊണ്ടാണ് വെതർ പാറ്റേൺസും അതുപോലെ ഓഷൻ കറൻസും. ഈ ഓഷൻ കറൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫ്ലോനെയാണ് കറണ്ട് എന്നോട് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് മറ്റേ ഇലക്ട്രിസിറ്റി അതൊന്നുമല്ല. ഓഷൻ കറൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഓഷനിൽ കടലിലുള്ള ഒരു സമുദ്രത്തിലുള്ള ഒരു ഫ്ലോ, ആ വെള്ളത്തിൻ്റെ ഫ്ലോനെയാണ് കറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊറിയോളിസ് ഫോഴ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം, അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോക്കി നോക്കും. ഇപ്പോൾ റെസ്റ്റിലിരിക്കുമ്പോൾ ആ ബോൾ പാസ് ചെയ്യുമ്പോൾ കറക്റ്റ് അപ്പുറത്തേക്ക് കറക്റ്റ് കിട്ടും. പക്ഷേ അതേസമയം റൊട്ടേഷൻ ഉള്ള ഒരു ബോഡിയിൽ ഇരുന്ന് അതേ ബോൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും അല്ലേ. ആ ഒരു കർവേച്ചർ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ. ഇപ്പോൾ ഇത് റെസ്റ്റിലാണെങ്കിൽ എന്തുണ്ടാവില്ല, റെസ്റ്റിലാണെങ്കിൽ നമുക്ക് ഈ ഒരു കൊറിയോളിസ് എഫക്റ്റ് കാണാൻ പറ്റില്ല, കാരണം നേരെ പോണത് പോലെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ റൊട്ടേറ്റിംഗ് ബോഡിയിൽ എന്താണ് ഉണ്ടാവുന്നത്, റൊട്ടേറ്റിംഗ് ബോഡിയിൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എർത്തിൻ്റെ കേസിൽ എന്താ ഉണ്ടാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഇപ്പോൾ വിൻഡ് പോകാമെന്ന് വിചാരിക്കാം. വിൻഡ് പോകുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളിലേക്കാവും, വെസ്റ്റിലേക്കായിരിക്കും എന്തുണ്ടാവുക, കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് ചേഞ്ച് ആവും. ഇത് തന്നെയാണ് സദേൺ ഹെമിസ്ഫിയറിലും വരുന്നത്. ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, സദേൺ ഹെമിസ്ഫിയർ ആണ്. ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷറിലേക്ക് പോകുമ്പോൾ ഈ സൈഡിലേക്ക് ആവും ആ ഒരു കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ ബോൾ എറിയണ കേസാക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുമ്പോൾ നേരെ പോയൊരു സാധനം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നേരെ പോകുന്നതിന് പകരം ഡയറക്ഷൻ മാറി ഇങ്ങോട്ടേക്ക് പോകും അല്ലേ. അപ്പോൾ ആ ഒരു അവിടെയുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഒരു വിൻഡ് അതിനെ ഒക്കെ എന്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ എർത്തിൻ്റെ റൊട്ടേഷൻ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഈവൻ സൈക്ലോൺ ഉണ്ടാവാനൊക്കെ കൊറിയോളിസ് ഫോഴ്സ് ഒരു കാരണമാണ്. ഓക്കെ, നമ്മൾ സൈക്ലോൺ ഒരു റൊട്ടേറ്റിംഗ് ബോഡി ആയിട്ടാണ് മിക്കതും കണ്ടുവരുന്നത്. അതും ഈ ഒരു കൊറിയോളിസ് എഫക്റ്റ് കാരണം തന്നെയാണ് ആ ഒരു റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് DM ചെയ്താൽ മതി, ഞാനത് പേഴ്സണലി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എഫക്ട്സ് നമ്മൾ പറഞ്ഞു. ഇനി ഓർബിറ്റൽ ആക്സിസ്. ദ ഓർബിറ്റൽ ആക്സിസ് റെഫേഴ്സ് ടു ആൻ ഇമാജിനറി ലൈൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ എർത്ത്സ് ഓർബിറ്റ് അറൗണ്ട് ദ സൺ. അപ്പോൾ ഓർബിറ്റൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഇത് എർത്ത് ഈ ഒരു ഓർബിറ്റിലാണ് സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഓർബിറ്റൽ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്നതിനാണ് ഓർബിറ്റൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്താ ഓർബിറ്റൽ ആക്സിസ്, പെർപെൻഡിക്കുലർ അല്ലേ എർത്തിൻ്റെ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ഓർബിറ്റിനോടൊപ്പം അല്ലേ, ഒപ്പം ചേർന്ന് നിൽക്കുന്നതിനാണ് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുക. അപ്പോൾ ഈ ഓർബിറ്റൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതിനാണ് ഓർബിറ്റൽ ആക്സിസ് എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർബിറ്റൽ ആക്സിസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എർത്ത്സ് ഓർബിറ്റ്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ അലോങ് ദിസ് ഓർബിറ്റൽ പാത്ത്. അതെ, ഈ ഒരു ഓർബിറ്റൽ പാത്തിൽ കൂടെ തന്നെയാണ് എർത്ത് സണ്ണിനെ റിവോൾവ് ചെയ്യുന്നത്. വൺസ് എവരി അപ്രോക്സിമേറ്റ്ലി 365.25 ഡേയ്സ്. നമ്മളൊരു വർഷം 365 ദിവസം എന്ന് നമ്മൾ പറയും, പക്ഷെ കറക്റ്റ് 365 ദിവസമല്ല, 365.25 ഡേയ്സ് ആണ്. ഓക്കെ, അതായത് ഒരു 4 ദിവസം എക്സ്ട്രാ വരുന്നുണ്ട്. 365.25 ഡേയ്സ് എടുത്തിട്ടാണ് ഒരു വർഷമാവുന്നത്. ഒരു വട്ടം എർത്ത് സൂര്യനെ
ചുറ്റി വരുന്നത് 365.25 ദിവസം എടുത്തിട്ടാണ്. അപ്പോൾ ഈ ഒരു 1/4 ദിവസം നമ്മൾ കൂട്ടാറില്ല. അതുകൊണ്ടാണ് നമ്മളൊരു വർഷം 365 ദിവസം എന്ന് പറയുന്നത്. ഈ 1/4 വർഷം എപ്പോഴാണ് കൂട്ടുക? 4 വർഷം കഴിയുമ്പോഴാണ്. അതായത് 0.25 4 വർഷമാകുമ്പോൾ എന്താവും അല്ലേ? 4 വർഷം കഴിയുമ്പോൾ 0.25 × 4 അല്ലേ? അപ്പോൾ 0.25 എന്ന് പറയുമ്പോൾ 1/4 ദിവസം. അപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ ഈ 1/4 ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസമായി മാറും. അപ്പോൾ അങ്ങനെയാണ് 366 ഡേയ്സായി നമ്മളതിനെ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഫെബ്രുവരിയിൽ ഒരു ഡേ കൂടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വർഷം എന്ന് പറയുന്നത് 365.25 ദിവസമാണ്. അപ്പോൾ 365.25 ദിവസം എടുത്തിട്ടാണ് നമ്മുടെ ഭൂമി സൂര്യനെ ഒരു വട്ടം വലം വെക്കുന്നത്. അപ്പോൾ ഈ 25 കൂട്ടില്ല, അത് 4 വർഷം കൂടുമ്പോൾ ഒരു ദിവസമായിട്ട് ആഡ് ചെയ്യുക ചെയ്യണം. അപ്പോൾ 365 എന്ന് പറയുന്നത് 366 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ലീപ്പ് ഇയർ വരുന്നത്. ഇനി എർത്ത് സ്പിൻസ്. എർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് സ്പിൻ ചെയ്യുന്നത്. യെസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലേ? വെസ്റ്റ് ഈസ്റ്റ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എർത്തിൻ്റെ റൊട്ടേഷൻ വരുന്നത്. സമ്മറിൽ എന്താണ്? ഡേ കൂടുതലും നൈറ്റ് കുറവാണ്. വിൻ്ററിൽ ഡേ കുറവും നൈറ്റ് കൂടുതലാണ്. അത് ഇപ്പോൾ പോളാർ റീജിയണിലൊക്കെ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഡേ തന്നെ 24 ഹവേഴ്സൊക്കെ ഡേ ആവും. അതുപോലെ വിൻ്ററിൽ 24 ഹവേഴ്സൊക്കെ നൈറ്റ് ആയിരിക്കും വരാം. ഓക്കെ, അത് സീസൺ അനുസരിച്ച് മാറും. ഈ എർത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, വെസ്റ്റിന് ഈസ്റ്റിലേക്കാണ്. മിക്ക പ്ലാനറ്റ്സും ഇതുപോലെ തന്നെ വെസ്റ്റിന് ഈസ്റ്റിലേക്ക് തന്നെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില പ്ലാനറ്റ്സിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ മിക്ക പ്ലാനറ്റ്സും വെസ്റ്റിന് ഈസ്റ്റിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുമ്പോൾ യുറാനസ് എങ്ങനെയാണ് തിരിയുക? യുറാനസ് നോർത്തിൽ നിന്ന് സൗത്തേക്കാണ്. അതായത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണത്. അതായത് ഓപ്പോസിറ്റ് അല്ല, നോർത്തിൽ നിന്ന് സൗത്തേക്ക്, നോർത്തിൽ നിന്ന് സൗത്തേക്കാണ് യുറാനസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ വീനസിനാണ് പിന്നെ പ്രത്യേകത ഉള്ളത്. എല്ലാതും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീനസ് മാത്രം ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വീനസ് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് ഇറങ്ങാം. ആക്ച്വലി ഇത് സയൻസ് അണ്ടക്കിൽ വരുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുപോലെ റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. അപ്പോൾ ഒരു ചേഞ്ച് വരുന്നത് വീനസിനാണ്. ബാക്കി എല്ലാതും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വീനസ് മാത്രമാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. യുറാനസ് പിന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഏകദേശം ഈ ഒരു ഇതിലാണ് കറങ്ങുന്നത്. ഓക്കെ, നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് യുറാനസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡ്. എന്താണ് ലാറ്റിറ്റ്യൂഡ്? Latitude is a geographic coordinate that specify north to south position of a point on the earth surface. നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുന്നത്. ആ ലാറ്റിറ്റ്യൂഡിൻ്റെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ഇക്വേറ്റർ ആണ്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഹയർ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും അല്ലേ? പോസിറ്റീവ് എന്ന് പറയും. അടിക്ക് പറയുമ്പോൾ നെഗറ്റീവ് ലാറ്റിറ്റ്യൂഡാണ് വരാം, അത് സൗത്തിലേക്കാണ് വരാം. നമുക്കത് പറയാം. ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ പോയിന്റ് ഓൺ ദ എർത്ത് സർഫസ് ആൻഡ് ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ മെഷേർഡ് ഇൻ ഡിഗ്രീസ്. എർത്തിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിനും എർത്തിൽ വേറെ ഏതെങ്കിലും തമ്മിലുള്ള ഒരു പോയിന്റ് തമ്മിലുള്ള ആ ഒരു മെഷർമെൻറ്റ് നമുക്ക് ലാറ്റിറ്റ്യൂഡ് കൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ആംഗിൾ, ഇപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിലും എർത്തിൻ്റെ ഇക്വേറ്ററും അതുപോലെ ആ ഒരു പോയിന്റും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ എർത്തിൻ്റെ ഇക്വേറ്റർ ഈ ഒരു പോയിന്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. പിന്നെ ലാറ്റിറ്റ്യൂഡിൻ്റെ കേസിലെല്ലാതും എന്താണ്? പാരലലാണ്. ഇക്വേറ്റർ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, പിന്നെ മുകളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ അടിക്ക് പോകുമ്പോഴും എല്ലാം പാരലൽ ലൈൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡെഫിനേഷൻ മനസ്സിലായി. ഇക്വേറ്റർ എന്താണ്? ഇക്വേറ്റർ ആണ്. നമുക്ക് എല്ലാത്തിനും ഒരു റെഫറൻസ് പോയിന്റ് വേണ്ടത്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കണ പോലെ തന്നെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ അപ്പോൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്നാണ് പറയാം. ഹൊറിസോണ്ടൽ ലൈനാണ് ലാറ്റിറ്റ്യൂഡ്. ഈ വെർട്ടിക്കൽ ലൈന് വരുന്നത് ലോഞ്ചിറ്റ്യൂഡാണ്. ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്കിതിൽ
ലാറ്റിറ്റ്യൂഡ് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് റേഞ്ചസ് ഫ്രം 0 ഡിഗ്രി അറ്റ് ദ ഇക്വേറ്റർ അല്ലേ. ഇക്വേറ്ററിൽ എന്താണ് 0 ഡിഗ്രി ആണ്. ഇക്വേറ്ററിൽ 0 ഡിഗ്രി ആണ് വരുന്നത്. ദെൻ ഇക്വേറ്റർ ടു 90 ഡിഗ്രി അറ്റ് ദ പോൾസ്. പോൾസിൽ എത്രയാണ്? ഇതേപോലെ നോർത്ത് പോളിൽ 90 ഡിഗ്രി, സൗത്ത് പോളിൽ 90 ഡിഗ്രി. ഇവിടെ നിന്ന് നോർത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, അടിക്ക് പോകുമ്പോൾ സൗത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ്. കണ്ടില്ലേ, -90 ഡിഗ്രി. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കാം. ഹെമിസ്ഫിയർ പോയിന്റ്സ് നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ഹാവ് പോസിറ്റീവ് ലാറ്റിറ്റ്യൂഡ് വാല്യൂ 0 ഡിഗ്രി ടു 90 ഡിഗ്രി നോർത്ത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നോർത്തിലേക്ക് പോകുമ്പോൾ, ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലോട്ട് പോകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, അവിടെ പോസിറ്റീവ് ലാറ്റിറ്റ്യൂഡാണ് 0 ഡിഗ്രി ടു 90 ഡിഗ്രി നോർത്ത്. അത് പോസിറ്റീവാണ്. പ്ലസ് 0 ഡിഗ്രി ടു പ്ലസ് 90 ഡിഗ്രി നോർത്ത്. പോയിന്റ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ, അതായത് ഇക്വേറ്ററിന് സൗത്തിലേക്ക് പോകുമ്പോൾ, നോർത്തിലേക്ക് പോകുമ്പോൾ എന്താണ്? പോസിറ്റീവ് ലാറ്റിറ്റ്യൂഡാണ് വരുന്നത്. ഇക്വേറ്ററിന് ഇതാണല്ലോ ഇക്വേറ്റർ. ഇക്വേറ്ററിന് സൗത്തേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? സൗത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ലാറ്റിറ്റ്യൂഡാണ് വരുന്നത്. 0 ഡിഗ്രി ടു 90 ഡിഗ്രി സൗത്ത്, സദേൺ ഹെമിസ്ഫിയർ എന്നാണ് വിളിക്കുക. ഇക്വേറ്ററിന് സൗത്തേക്ക് പോകുമ്പോൾ സദേൺ ഹെമിസ്ഫിയർ, ഇക്വേറ്ററിന് നോർത്തിലോട്ട് പോകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ അതും ഏകദേശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ. ഹെമിസ്ഫിയർ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത് പറയാൻ. ഇക്വേറ്ററിന് നോർത്തിലോട്ട് പോകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നു, ഇക്വേറ്ററിന് സൗത്തിലോട്ട് പോകുമ്പോൾ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നു. അതുപോലെ ഇക്വേറ്ററിന് നോർത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും ലാറ്റിറ്റ്യൂഡ്സ്, ഇക്വേറ്ററിന് നെഗറ്റീവ്, സൗത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, -90 ഡിഗ്രി സൗത്ത്. ഈ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഓർ പാരൽസ് റൺ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് അല്ലേ. ഇപ്പോൾ ഇത് ഇക്വേറ്റർ ആണെങ്കിൽ എല്ലാതും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്നു. ഓൾസോ എല്ലാതും പാരലാണ് അല്ലേ, ഇൻ്റർസെക്ഷൻ ഒന്നുമില്ല, എല്ലാം പാരലൽ റേസ് ആണ് വരുന്നത്. ആൻഡ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിനും പാരലാണ്, അതുപോലെ മറ്റ് ലാറ്റിറ്റ്യൂഡ്സിനായിട്ടും പാരലായിട്ടാണ് വരുന്നത്. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ ആ ഒരു റൊട്ടേഷണൽ ആക്സിസിന്, ഇതാണല്ലോ റൊട്ടേഷണൽ ആക്സിസ്, ഇങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ റൊട്ടേഷണൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുക. പെർപെൻഡിക്കുലർ ആയിട്ട് എർത്തിനെ ഹാഫ് ആക്കുന്ന രീതിയിൽ വരുന്നതിനാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്റർ ഡിവൈഡ്സ് ദ എർത്ത് ഇൻ ടു നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ അല്ലേ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ. ഇനി 23.5 ഡിഗ്രി നോർത്ത്. 23.5 ഡിഗ്രി നോർത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പെർത്താവുമ്പോൾ, ഇത് ഇക്വേറ്റർ ആകുമ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും വരാം. 23.5 ഡിഗ്രി നോർത്ത്. 23.5 ഡിഗ്രി നോർത്തിൽ എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് നമ്മൾ അതിന് പറയും. നോർത്തേൺ ബൗണ്ടറി ഓഫ് ട്രോപ്പിക്സ്. ട്രോപ്പിക്സ് എന്ന് പറയുന്നത് ആ ഒരു വാമർ ക്ലൈമറ്റ് ഉള്ള റീജിയനാണ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ ട്രോപ്പിക്സ് എവിടെ തൊട്ട് എവിടം വരെയാണുള്ളത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മുതൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയുള്ള റീജിയനെയാണ് നമ്മൾ ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഉള്ളൊരു പിക്ചറിൽ ചിലപ്പോൾ ഇതുണ്ടാവും. യെസ്. അപ്പോൾ ഈ ഒരു റീജിയനാണ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം വാമർ ക്ലൈമാറ്റ് ആയിരിക്കും ഇവിടെ. ട്രോപ്പിക്സിൽ ഉണ്ടാവുക. അപ്പോൾ ട്രോപ്പിക്സ് എവിടെ തൊട്ട് എവിടം വരെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി നോർത്ത്. അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി സൗത്ത്. ഈ ഡിഗ്രി ഇത് മിനിറ്റ് 2 വരെ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ്സ്. അപ്പം അങ്ങനെയാണ് കറക്റ്റ് വാല്യൂ നമ്മൾ എഴുതുക. അങ്ങനെയാണ് ഇതിലെ ആംഗിൾസൊക്കെ ഡിനോട്ട് ചെയ്യുന്നത്. ഡിഗ്രി, ദെൻ മിനിറ്റ്, സെക്കൻഡ്സ്. ഓക്കെ. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 23.5 ഡിഗ്രി നോർത്ത് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 ഡിഗ്രി സൗത്ത് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നോർത്തേൺ ബൗണ്ടറി ഓഫ് ട്രോപ്പിക്സ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ സദേൺ ബൗണ്ടറി ഓഫ് ട്രോപ്പിക്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർട്ടിക് സർക്കിളും ഉണ്ട്, ഇനി അന്റാർട്ടിക് സർക്കിളും ഉണ്ട്. ആർട്ടിക് സർക്കിൾ എന്ന് പറയുമ്പോൾ 66.5 ഡിഗ്രി നോർത്താണ്.
മാർക്സ് ദ ബൗണ്ടറി ഓഫ് ദ പോളാർ ഡേ ആൻഡ് നൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഈ പോളാർ ഡേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പോളാർ റീജിയണിൽ സമ്മറിലൊക്കെ 24 hours ഡേ ടൈം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് പോളാർ ഡേ എന്ന് പറയുന്നത്. അതുപോലെ വിൻ്റർ സീസണിൽ നൈറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 23-24 hours നൈറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് പോളാർ നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബൗണ്ടറി വരുന്നത് എവിടെയാണ്? ആർട്ടിക് സർക്കിളിലാണ്. അത് നോർത്തിലെ കേസിലാണ് ആർട്ടിക് സർക്കിൾ. ഇനി എർത്തിൻ്റെ സൗത്തേക്ക് വരുമ്പോൾ അത് അന്റാർട്ടിക് സർക്കിളായിട്ട് മാറും. ഓക്കെ, പേര് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം ആർട്ടിക് സർക്കിൾ കാണാം. ഈ ഒരു റീജിയനാണ് ആർട്ടിക് സർക്കിൾ. അതുപോലെ ഈ ഒരു റീജിയനാണ് സൗത്തിലുള്ള റീജിയനിലാണ് അന്റാർട്ടിക് സർക്കിൾ. അപ്പോൾ അതും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ എഫക്ട്സ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ക്ലൈമാറ്റ് വിത്ത് റീജിയൻസ് നിയർ ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ട്രോപ്പിക്സ് ആണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മുതൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയുള്ള റീജിയൻ ട്രോപ്പിക്സ് ആണ്. അപ്പോൾ ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പീരിയൻസിങ് വാർമർ ക്ലൈമാറ്റ് അല്ലേ, കുറച്ചുകൂടി ചൂട് കൂടിയ ഒരു ക്ലൈമാറ്റ്, ഒരു ടെമ്പറേച്ചറാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. എക്സ്പീരിയൻസിങ് വാർമർ ടെമ്പറേച്ചർ ആൻഡ് റീജിയൻസ് നിയർ ദ പോളിലേക്ക് പോകുമ്പോൾ, അതായത് ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ, 0 degree ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇക്വേറ്റർ, ഇതിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ലാറ്റിറ്റ്യൂഡ് കൂടി വരും. അങ്ങനെ പോളിൽ എത്തുമ്പോഴാണ് അല്ലേ, പോൾ എന്ന് പറയുമ്പോൾ 90 degree അല്ലേ കറക്റ്റ് പോള്, നോർത്ത് പോളും സൗത്ത് പോളും വരുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോഴും അതുപോലെ അടിയിലേക്ക് പോകുന്നവരും ഹയർ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ എന്താണ്? ലോവർ ലാറ്റിറ്റ്യൂഡ്സിൽ വാമർ ടെമ്പറേച്ചറും ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ മുകളിലേക്ക് പോകുമ്പോൾ പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ കോൾഡർ ടെമ്പറേച്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. The length of daylight varies with latitude, especially evident in polar region. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പോളാർ റീജിയണിൽ ഡേ വ്യത്യാസം വരും. അത് വിൻ്ററും സമ്മറും അനുസരിച്ച് അതിന് മാറും അല്ലേ. ഇനി ട്രോപ്പിക്സ് എന്ന് പറയുമ്പോൾ പറഞ്ഞ ഒരു വാമർ ക്ലൈമറ്റ് ഉള്ള റീജിയനാണ്. ദ റീജിയൻ ഓഫ് എർത്ത് സറൗണ്ടിങ് ദ ഇക്വേറ്ററിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള റീജിയൻ ഡിഫൈൻഡ് ബൈ ദ Tropic of Cancer in the northern hemisphere and Tropic of Capricorn in the southern hemisphere. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറും സദേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനെ പറയുന്നതാണ് എന്ത്? ട്രോപ്പിക്സ് അല്ലേ പറഞ്ഞു. അത് 0 to 23.5 degree ആണ് എന്ത് വരുന്നത്? ട്രോപ്പിക്സ് വരുന്നത്. നോർത്തിലേക്കാണെങ്കിലും 23.5 degree വരുമ്പോൾ അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറാവും. സൗത്തിലേക്ക് 23.5 degree വരുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആവും. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആവും, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആവും. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ മിഡ് ലാറ്റിറ്റ്യൂഡാണ്. 23.5 to 66.5. ഓക്കെ, 23.5 to 66.5 degree ആണ് എന്ത്? ടെമ്പറേറ്റ് റീജിയൻ അല്ലെങ്കിൽ മിഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞു ഈ ഒരു റീജിയനാണ് എന്ത്? ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുന്നത് ഈ 23.5 to 66.5 ഏകദേശം ഈ ഒരു റീജിയൻ ആണ് എന്ത്? ടെമ്പറേറ്റ് റീജിയൻ അല്ലെങ്കിൽ മിഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Temperate region, mid latitude. The temperate region of the earth lies between tropics and the polar regions in both the northern and southern hemisphere. Tropics എവിടെ എൻഡ് ചെയ്യണത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണ് ട്രോപ്പിക്സ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും തൊട്ട് പോളാർ റീജിയണിൽ ഓക്കെ, ഈ പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും വരെയുള്ള ആ ഒരു റീജിയൻ വരെ അതാണ് അതിൻ്റെ ബൗണ്ടറി. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ആർട്ടിക് സർക്കിൾ വരെ, അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മുതൽ അന്റാർട്ടിക് സർക്കിൾ വരെ. അപ്പോൾ ആ ഒരു റീജിയനാണ് മിഡ് ലാറ്റിറ്റ്യൂഡ് 23.5 to 66.5. അവിടെ എന്തായിരിക്കും? ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും ആൻഡ് ഡിസ്റ്റിങ് സീസണൽ ചേഞ്ചസ്. ഒരുപാട് സീസൺസ് ഉണ്ടാവും.
മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഇനി പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ പോളാർ റീജിയൻ ഓർ ഫ്രിജിഡ് സോൺ ഏരിയ സറൗണ്ടിങ് ദ എർത്ത് പോൾ, എർത്തിൻ്റെ പോളാർ റീജിയൻ, ഒരു ആർട്ടിക് സർക്കിൾ മുതൽ ആർട്ടിക് സർക്കിൾ അതുപോലെ അന്റാർട്ടിക് സർക്കിൾ, അപ്പോൾ അതിനെയാണ് പറയുന്നത്. ഏരിയ സറൗണ്ടിങ് ദ എർത്ത് പോൾ ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീം കോൾഡ് ഐസ് കവേർഡ് ലാൻഡ്സ്കേപ്സ് ആൻഡ് യൂണീക്ക് എക്കോസിസ്റ്റം. ഓക്കെ, അവിടെ ഭയങ്കര തണുത്തൊരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ലോങ്കിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാക്സിമം ഞാൻ അടുത്ത പാട്ടിൽ തന്നെ ഈ ബേസിക് കാര്യങ്ങളെല്ലാം എൻഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ ഇപ്പം ഇന്നെടുത്ത കാര്യങ്ങൾ മാക്സിമം തന്നെ മനസ്സിലാക്കാൻ നോക്കാം. മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, ഞാനത് നോക്കിയിട്ട് എന്തായാലും പറഞ്ഞു തരും. ഓക്കെ, സോ താങ്ക് യു.